ധനുഷിനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ. നിന്റെ ഇവിടുത്തെ ജോലിയൊക്കെ സുഖാണല്ലോ അല്ലേ? ഇത് ചോദിക്കാനാണ് എന്നെ വിളിച്ചത്? അല്ല, ഇങ്ങനെ പോയാൽ ഈ ജോലി മതിയാക്കി വീട്ടിൽ പോകേണ്ടി വരുന്ന പറയാനാ വിളിച്ചത്. മനസ്സിലായില്ല. എന്താ ഇത്? മാർക്കറ്റിംഗ് ഡിവിഷൻ മുഴുവൻ ധനുഷിന്റെ ചുമതലയല്ലേ? അതൊരു വൻ പരാജയം. ഇന്ന് ഇതുവരെ വേറെ ആരും അത് പറഞ്ഞിട്ടില്ല. എന്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ബോധിപ്പിക്കേണ്ടവരെ ഞാൻ ബോധിപ്പിക്കുന്നുമുണ്ട്. അപ്പോ എന്നെ ബോധിപ്പിക്കാൻ പറ്റില്ല എന്നർത്ഥം അല്ലേ? അങ്ങനെ മനസ്സിലാക്കിയാൽ നല്ലത്. ഇന്നു മുതൽ ഈ ഓഫീസിന്റെ സർവാധികാരി ഞാനാ. ഞാൻ പറയുന്നതിനനുസരിച്ച് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ ജോലി ചെയ്താൽ മതി. ഇല്ലെങ്കിൽ രാജിവെച്ച് പോണം. അത് തീരുമാനിക്കാൻ നിങ്ങൾക്കെന്താ അധികാരം? ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ ഞാനും സന്ദീപും ധനുഷും ഉണ്ട്. അച്ഛൻ ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല. തൽക്കാലം വീട്ടിലെ അടുക്കള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. അല്ലെങ്കിൽ അച്ഛൻ തന്നെ ഞങ്ങളോട് ഇക്കാര്യം പറയട്ടെ. സച്ചി വിളിച്ച് അച്ഛനോട് ചോദിക്കേ. ഞാനിപ്പോ ആരെ വിളിക്കാനൊന്നും പോകുന്നില്ല. ഈ നിമിഷം ഏട്ടത്തി ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഇത് കമ്പനി എംഡിയുടെ മുറിയാ. ഈ കസരെ കയറിയിരിക്കാനുള്ള ഒരു അധികാരവും ഏട്ടത്തിക്കില്ല. നന്ദേട്ടന്റെ ഭാര്യ എന്ന നിലയിലുള്ള എല്ലാ അധികാരവും വീട്ടിൽ കാണിച്ചാൽ മതി. ഇവിടെ ഞങ്ങൾ ആരും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. പിന്നെ മേലിൽ ധനുഷിന്റെയോ കമ്പനിയിലെ മറ്റേതെങ്കിലും ഒരാളുടെ നേരെ അനാവശ്യമായി ഒരു വർത്താനം പോലും പറഞ്ഞു പോകരുത്. സച്ചിയുടെ സംസാരം കേട്ടിട്ട് എന്നെ തല്ലുന്ന ലക്ഷണം ഉണ്ടല്ലോ. സ്ഥാനം കൊണ്ട് നിങ്ങൾ എന്റെ ഏട്ടത്തിയാ. പക്ഷേ ഇനി ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിച്ച് ഇവിടുന്ന് പിടിച്ച് പുറത്താക്കേണ്ടി വരും.